വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് IND-AS2 അക്കൗണ്ടിങ് ഫോർ ഇൻവെൻ്ററീസ് ആയിരുന്നു. അതിൻ്റെ തുടർച്ചയായി കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററീസ് ഓഫ് എ സർവീസ് പ്രൊവൈഡർ എന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. Cost of inventories of a service provider. In the case of service provider, inventories include the cost of the service for which entity has not yet recognized the related revenue. In other words, when service providers has inventories work that has not yet been billed to clients. അപ്പോൾ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഇൻവെൻ്ററി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലേക്ക് വെക്കേണ്ട റൂൾ എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററീസുമായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഡയറക്റ്റായിട്ടുള്ള കോസ്റ്റ് മാത്രമേ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററീസ് വരുന്നുള്ളൂ. നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് കൺസിഡർ ചെയ്യണമെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെയാണ് സർവീസ് പ്രൊവൈഡറിൽ വാല്യൂ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർവീസ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഡയറക്റ്റ് ആ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ടോട്ടൽ കോസ്റ്റ് ആണ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പറാണ്, നമുക്ക് ഒരു കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ തരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതെന്താണ്, സർവീസാണ്, അത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ ഇതിൻ്റെ കേസിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി വാല്യൂ ചെയ്യാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഉള്ള ചിലവ് എന്ന് വെച്ചാൽ സർവീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർനെറ്റ് കോസ്റ്റ് ഉണ്ട്, ഒരു എംപ്ലോയി എന്ത് ചെയ്തിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. സോ ഈ കേസിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഓർ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഇൻ്റർനെറ്റിൻ്റെ കോസ്റ്റ് പ്ലസ് ആ എംപ്ലോയിൻ്റെ കോസ്റ്റ് ആണ്. സോ ഇത് രണ്ടും ഡയറക്റ്റ് ആയിട്ട് ആ സർവീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്ന കോസ്റ്റ് ആണ്. സോ ഇത് രണ്ടും കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററീസിൽ വരും. ഉദാഹരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഇതേ കേസിൽ തന്നെ ബില്ലിംഗ് സെക്ഷനിൽ ഒരു എംപ്ലോയിയെ നിർമ്മിക്കുന്നത്. അപ്പോൾ ബില്ലിംഗ് സെക്ഷനിലെ എംപ്ലോയിൻ്റെ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററീസിൽ വരുമോ എന്നുള്ളതാണ് ചോദ്യം. കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററീസിൽ വരുന്നില്ല, കാരണം ബില്ലിംഗ് സെക്ഷൻ ഡയറക്റ്റ് ആയിട്ട് ഈ സർവീസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നില്ല. ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ബില്ലിംഗ് സെഷനിലെ എംപ്ലോയി നമ്മളെ സഹായിക്കുന്നില്ല. സോ ബില്ലിംഗ് സെഷനിലെ എംപ്ലോയീസിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യുന്നില്ല, അത് എക്സ്ക്ലൂഡ് ചെയ്യും. ആ കോസ്റ്റ് ഇങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് സർവീസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാത്ത കോസ്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സർവീസുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകൾ മാത്രമേ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററീസ് പരിഗണിക്കുന്നുള്ളൂ എന്നതാണ് ഇതിൻ്റെ തമ്പ് റൂൾ, അതായത് ബേസിക് പ്രിൻസിപ്പിൾ. സോ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററീസ് ഓഫ് എ സർവീസ് പ്രൊവൈഡർ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് സർവീസുമായിട്ട് ഡയറക്റ്റ് റിലേറ്റ് ചെയ്ത കോസ്റ്റുകൾ മാത്രമേ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പരിഗണിക്കുന്നുള്ളൂ. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്, നമുക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഒരു കമ്പനി തന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 3 കോസ്റ്റ് ആണുള്ളത്. ഫസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് കോസ്റ്റ്, സെക്കൻഡ് ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന എംപ്ലോയിൻ്റെ കോസ്റ്റ്, തേർഡ് വൺ എന്ന് പറയുന്നത് ബില്ലിംഗ് സെക്ഷനിലുള്ള ആളുടെ കോസ്റ്റ്. സോ കോസ്റ്റ് ഓഫ് സർവീസ് പ്രൊവൈഡർ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആകെ 2 കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യൂ, അതായത് ഇൻ്റർനെറ്റ് കോസ്റ്റ് പ്ലസ് ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന എംപ്ലോയിൻ്റെ കോസ്റ്റ്. സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ കോസ്റ്റ്, അതായത് ബില്ലിംഗ് സെഷനിലെ എംപ്ലോയിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു, കാരണം അത് ഈ സർവീസ് ഡെവലപ്മെൻറ്റുമായിട്ട് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. സോ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ക്ലൂഡ് ചെയ്യുന്നു. സോ ഇതിൻ്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സർവീസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററീസ് ഓഫ് എ സർവീസ് പ്രൊവൈഡർ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഇല്ലുസ്ട്രേഷൻ ആണ്. ഇല്ലുസ്ട്രേഷൻ 4 നമുക്കൊന്ന് നോക്കാം. ബാബു ആൻഡ് കമ്പനി എൻഗേജ്ഡ് എ ക്ലയൻറ്റ് ടു analysis its internal financial control system and provide a report on the same for fees of rupees 5 lakh. The report was not ready as at 31st March 2020. The cost incurred during the financial year for the project are, അതായത് ബാബു ആൻഡ് കമ്പനി
ഒരു ക്ലയൻറ്റിൻ്റെ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ സിസ്റ്റം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫീ എന്ന് പറയുന്നത് 5 lakh ആണ്. പക്ഷേ അവർ എന്ത് ചെയ്തിട്ടില്ല, 31 March 2020 വരെ ആ റിപ്പോർട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാബു ആൻഡ് കമ്പനീൻ്റെ കോസ്റ്റാണ് താഴെ തന്നിട്ടുള്ളത്. നമുക്ക് ആ കോസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ബാബു ആൻഡ് കമ്പനീൻ്റെ കോസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരുടെ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററീസ് കണ്ടുപിടിക്കണം. അതായത് കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററീസ് ഓഫ് എ സർവീസ് പ്രൊവൈഡറാണ് നമ്മളിവിടെ കാണുന്നത്. സോ നേരത്തെ റൂള്, ബേസിക് റൂള് മനസ്സിലാക്കുക. അതായത് ഡയറക്റ്റുമായിട്ട് സർവീസുമായിട്ട് റിലേറ്റ് ചെയ്ത കോസ്റ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യൂ. സോ നമുക്കൊന്ന് നോക്കാം. ഡയറക്റ്റ് എക്സ്പെൻസസ്, സാലറീസ് ഓഫ് സ്റ്റാഫ് ഡയറക്ട്ലി എൻഗേജ്ഡ് 1,50,000, directly attributable overheads 1,10,000, administration overheads 40,000. അതായത് സാലറി ഓഫ് സ്റ്റാഫ് ഡയറക്ട്ലി എൻഗേജ്ഡ് 1,50,000, ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ഓവർഹെഡ്സ് 1,10,000, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 40,000. The conditions for recognition of revenue as per Ind AS 80 are not fulfilled as on 31st March 2008. Hence, revenue has not been recognized yet. Babu and company should recognize it and measure its inventory at what value. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സൊല്യൂഷൻ, അതായത് ഇവിടെ ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സർവീസുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാവൂ. സർവീസുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട കോസ്റ്റ് 2 കോസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ സാലറി ഓഫ് സ്റ്റാഫ് ഡയറക്ട്ലി എൻഗേജ്ഡ്. അത് പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അവർ എന്താണ് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ സിസ്റ്റം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് എൻഗേജ് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ സാലറിയാണ്. അതെന്താ ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്, സർവീസുമായി ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. 1,50,000, ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ഓവർഹെഡ്സ് 1,10,000. സോ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി വരുന്നത് 2,60,000 ആണ്. സോ ഒന്നുമില്ല, കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി വാല്യൂ ചെയ്യുമ്പോൾ ഡയറക്റ്റ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോസ്റ്റും കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് റൂള്. സോ ഇവിടെ 3 കോസ്റ്റാണ് തന്നിട്ടുള്ളത്. സാലറി ഓഫ് സ്റ്റാഫ് ഡയറക്ട്ലി എൻഗേജ്ഡ്, ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ഓവർഹെഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഒരിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഒരു സർവീസുമായിട്ട് ഡയറക്ട്ലി ബന്ധപ്പെട്ട കോസ്റ്റ് അല്ല. അതായത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് എന്താണ്, ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്ത കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂല. സോ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി വരുന്നത് 2,60,000 ആണ്. സാലറി ഓഫ് സ്റ്റാഫ് ഡയറക്ട്ലി എൻഗേജ്ഡ് പ്ലസ് ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ഓവർഹെഡ് 1,10,000, 2,60,000 ആണ് കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററീസ് വരുന്നത്. Note: administrative overhead should not be included in the cost of inventories. This is because it is not directly attributable to the project. Similarly, profit margin will not be included in the cost of inventory. അതായത് ഞാനിപ്പോൾ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് ഒരിക്കലും സർവീസുമായിട്ട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്തല്ല, അതുകൊണ്ട് അത് കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ 3 കേസാണ് തന്നതെങ്കിൽ അതിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൺസിഡർ ചെയ്തിട്ടില്ല. ഈ കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രോഫിറ്റ് മാർജിൻ തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് മാർജിനും എന്ത് ചെയ്യുന്നില്ല, കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി സർവീസ് സെക്ടറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ ഒരു സിമ്പിൾ ഇല്ലുസ്ട്രേഷൻ ആണ് കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി ഓഫ് സർവീസ് സെക്ടർ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത്. സോ ഇതിൻ്റെ ബേസിക് റൂൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്നുകൂടി ഓർമ്മിക്കുക. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയയാണ് ഈ സർവീസ് സെക്ടറിൻ്റെത്. അതായത് ഡയറക്റ്റായിട്ട് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്യുക. അല്ലാത്ത എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതിൽ പ്രധാനമായും വരുന്ന സാധനം അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ്. സോ ഇല്ലുസ്ട്രേഷൻ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. Next area is net realizable value, NRV. Net realizable value is the estimated selling price in the ordinary course of business less the estimated cost of completion and the estimated cost necessary to make the sale. അതായത് ഒരു ഇൻവെൻ്ററിൻ്റെ കേസിൽ
ചെലവ് എല്ലാം കഴിഞ്ഞിട്ട് ഓർഗനൈസേഷന് റിയലൈസ് ചെയ്യാൻ പറ്റിയ വാല്യൂ, അതായത് ചെലവെല്ലാം കഴിഞ്ഞിട്ട് ഓർഗനൈസേഷന് തിരിച്ചു കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നെറ്റ് റിയലൈസബിൾ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കംപ്ലീഷൻ കോസ്റ്റ് അഥവാ കൺവേർഷൻ കോസ്റ്റും എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് സെയിലും കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് നെറ്റ് റിയലൈസബിൾ വാല്യൂ കിട്ടും. അതായത് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്താണെന്ന് വെച്ചാൽ, ഒരു ഓർഗനൈസേഷന് ഒരു ഇൻവെന്ററിയിൽ നിന്ന് റിയലൈസ് ചെയ്യാൻ തിരിച്ചു കിട്ടുന്ന വാല്യൂവിനെയാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ഇൻവെന്ററി ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. 4 ലക്ഷം രൂപയ്ക്ക് എനിക്കൊരു ഇൻവെന്ററി ഉണ്ട്, അത് ഞാൻ വിൽക്കുന്നു. സ്വാഭാവികമായിട്ടും 4 ലക്ഷം രൂപയ്ക്ക് ഇൻവെന്ററി വിൽക്കുന്നു. അതിൻ്റെ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയും കോസ്റ്റ് ഓഫ് സെല്ലിങ് 50,000 രൂപയാണ്. അതായത് എനിക്ക് 4 ലക്ഷം രൂപയ്ക്ക് ഞാനൊരു ഇൻവെന്ററി വിൽക്കുന്നു, അതിൻ്റെ കൺവേർഷൻ കോസ്റ്റ് ആയിട്ട് എനിക്ക് ചിലവായത് 1 ലക്ഷം രൂപയും കോസ്റ്റ് ഓഫ് സെല്ലിങ് 50,000 സോ NRV ഈസ് ഈക്വൽ ടു 4 lakh മൈനസ് 1 lakh പ്ലസ് 15,000. അതായത് 4 lakh മൈനസ് 1,50,000. അപ്പോൾ 2,50,000, അതായത് 2,50,000 നെറ്റ് റിയലൈസബിൾ വാല്യൂ വരുന്നത്. സോ വ്യക്തമായിട്ടുണ്ടോ? ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ 4 ലക്ഷം രൂപയ്ക്ക് ഒരു ഇൻവെന്ററി വിൽക്കുന്നു, അതിൻ്റെ കൺവേർഷൻ കോസ്റ്റ് അതായത് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് 1 ലക്ഷവും എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് സെല്ലിംഗ് 50,000. സോ NRV ഈസ് ഈക്വൽ ടു 4 lakh മൈനസ് 1,50,000. അതായത് ഈ 1,50,000 സ്പ്ലിറ്റ് അപ്പ് വരുന്നത് 1 lakh പ്ലസ് 50,000 ആണ്. സോ 2,50,000 ആണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ വരുന്നത്. അതായത് നെറ്റ് റിയലൈസബിൾ വാല്യൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ഇൻവെന്ററിൻ്റെ കോസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഒരു ഓർഗനൈസേഷന് തിരിച്ചു കിട്ടുന്ന വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. സോ നെറ്റ് റിയലൈസബിൾ വാല്യൂ ക്ലിയർ ആയി. നെക്സ്റ്റ്, സിറ്റുവേഷൻ വിച്ച് NRV ഈസ് ലെസ് ദാൻ കോസ്റ്റ്. അതായത് സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷനിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ കൂടുതലും കോസ്റ്റ് കുറവായിരിക്കും. സാധാരണ നോർമൽ കോഴ്സ് ഓഫ് ഓപ്പറേഷനിൽ ഇങ്ങനെയാണ് സംഭവിക്കാറ്. പക്ഷെ ചില കേസിൽ NRV കുറയാറുണ്ട്. NRV ടോട്ടൽ കോസ്റ്റിനേക്കാൾ കുറയാറുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. അതായത് NRV ടോട്ടൽ കോസ്റ്റിനേക്കാൾ കുറയാന്ന് വെച്ചാൽ, ഒരു ഓർഗനൈസേഷൻ ഒരു ഇൻവെന്ററിയിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന പൈസ അതിൻ്റെ കോസ്റ്റിനേക്കാൾ കുറയുന്ന കേസാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, എൻ ഇൻക്രീസ് ഇൻ കോസ്റ്റ്. ഒരു കോസ്റ്റ് ഇൻക്രീസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും NRV എന്ത് ചെയ്യുന്നു, കുറയും. ഫോർ എക്സാമ്പിൾ, NRV കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കംപ്ലീഷൻ കോസ്റ്റ് ആണ്. അപ്പോൾ NRV 2 ലക്ഷവും കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ 2,10,000 വന്നാൽ എന്ത് ചെയ്യും, NRV സ്വാഭാവികമായിട്ടും കോസ്റ്റിനേക്കാൾ ലെസ് ആവും. അതായത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് 10,000 രൂപ മൈനസ് 10,000 ആണ് കിട്ടുക. 10,000 രൂപ എന്താണ്, നമുക്ക് നഷ്ടമാണ് സംഭവിക്കുക. സോ ആൻ ഇൻക്രീസ് ഇൻ കോസ്റ്റ്, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, ഫോൾ ഇൻ സെല്ലിംഗ് പ്രൈസ്. അതായത് സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഈ ഇക്വേഷനിൽ പറയുന്ന 2 കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കൺവേർഷൻ കോസ്റ്റ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻവെന്ററിയുടെ സെല്ലിംഗ് പ്രൈസ് കുറയുന്നു. അതായത് നമുക്ക് 1 ലക്ഷത്തിന് ഇൻവെന്ററി നമ്മൾ 60,000 രൂപയ്ക്ക് വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, 70,000 ആണ്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ എന്താണ്, NRV കോസ്റ്റിനേക്കാൾ കുറവാണ്. ഇതേ കേസിലും 10,000 തന്നെയാണ്, നെഗറ്റീവ് 10,000 എന്താണ്, നമുക്ക് ലോസ് ആണ് കിട്ടുക. അതായത് NRV കോസ്റ്റിനേക്കാൾ 10,000 രൂപ കുറവാണ്. തേർഡ് പോയിന്റ്, ഫിസിക്കൽ ഡിറ്റീരിയേഷൻ ഇൻ ദ കണ്ടീഷൻ ഓഫ് ഇൻവെന്ററി. അതായത് ഇൻവെന്ററിൻ്റെ കേസിൽ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻവെന്ററിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ കേസിലും NRV കുറയാൻ സാധ്യതയുണ്ട്. അതായത് ഫിസിക്കൽ ഡിറ്റീരിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഡാമേജ് അല്ലെങ്കിൽ ഇപ്പോൾ ഇൻവെന്ററീസ് എന്തെങ്കിലും കേടുപാടുകളോ അതിൻ്റെ എന്തെങ്കിലും കേടുപാടുകൾ ഇൻവെന്ററിൻ്റെ ഓപ്പറേഷനെയോ
ബാധിച്ചാൽ അതിൻ്റെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ സെല്ലിംഗ് പ്രൈസോ അല്ലെങ്കിൽ ഇൻവെൻട്രീൻ്റെ വാല്യൂ കുറയും. ഇൻവെൻട്രീൻ്റെ വാല്യൂ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ ആർ വിയും കുറയുന്നുണ്ട്. ഫോർത്ത് പോയിന്റ് ഈസ് ഒബ്സലസൻസ്. ഒബ്സലസൻസ് എന്ന് പറയുന്നത് ഇൻവെന്ററിന്റെ വാല്യൂ എന്ത് ചെയ്യാം, നമുക്കത് യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുറയാം. ഇപ്പോൾ എന്താണ്, കുറേ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ഒരു ഇൻവെന്ററി അല്ലെങ്കിൽ ഒരു ഇൻവെന്ററിന്റെ വാല്യൂ കുറയും. ഇപ്പോൾ ഡിപ്രീസിയേഷൻ പറയുന്ന ഒരു പോയിന്റാണ് ഈ ഒബ്സലസൻസ് പാസേജ് ഓഫ് ടൈം എന്നുള്ളത്. അതായത് നമ്മൾ ഒരു ഇൻവെന്ററി കാലാതീതമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുന്നതിന് കൊണ്ട് അതിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. സോ ഇങ്ങനെ വാല്യൂ കുറയുന്നതും എൻ ആർ വി കുറയാൻ എന്ത് ചെയ്യുന്നു, എൻ ആർ വി കുറയുന്നതിലേക്ക് നയിക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, എറേഴ്സ് ഇൻ പ്രൊഡക്ഷൻ ഓർ പർച്ചേസിങ്. ഇപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിലോ പർച്ചേസിങ്ങിലോ എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചാലോ എൻ ആർ വി കുറയാം. സോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഏതാണെന്ന് വെച്ചാൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ കോസ്റ്റിനേക്കാൾ കുറയുന്ന സന്ദർഭം. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ എൻ ആർ വി ആണ് സ്വാഭാവികമായിട്ടും കൂടേണ്ടത്. പക്ഷെ ചില കേസിൽ എൻ ആർ വി കുറയുകയും കോസ്റ്റ് കൂടുകയും ചെയ്യുന്നു. സോ ഈ കേസിൽ എന്താണ്, ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ് ഉണ്ടാകുന്നത്. സോ അത് ഏതെല്ലാം കേസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് ഇൻക്രീസ് ഇൻ കോസ്റ്റ്, സെക്കൻഡ് ഫോൾ ഇൻ സെല്ലിംഗ് പ്രൈസ്, തേർഡ് ഫിസിക്കൽ ഡിറ്റീരിയേഷൻ. ഫിസിക്കൽ ഡിറ്റീരിയേഷനിൽ നമ്മൾ ഓർമ്മിക്കേണ്ട കേസ് ഡാമേജ് ആണ്. ഫോർത്ത് പോയിന്റ് ഒബ്സലസൻസ്, ഫിഫ്ത്ത് പോയിന്റ് എറേഴ്സ് ഇൻ പ്രൊഡക്ഷൻ ഓർ പർച്ചേസിങ്. സോ ഏകദേശം എല്ലാ പോയിന്റും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. Recognition. Next area is recognition as an expense. So ഇൻവെന്ററി നമ്മൾ വിൽക്കുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്, അത് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇൻവെന്ററി വിൽക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ആ കോസ്റ്റ് അല്ലെങ്കിൽ ആ എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ കെയറിങ് എമൗണ്ട് ഓഫ് ഇൻവെന്ററി, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ എക്സ്പെൻസ് ഇൻ ദ പീരിയഡ് വിച്ച് റിലേറ്റഡ് ടു റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കെയറിങ് ഇപ്പോൾ ഇൻവെന്ററി വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻവെന്ററി വിൽക്കുമ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് അതിൻ്റെ ഒരു കെയറിങ് കോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ഇൻവെന്ററി വിൽക്കുകയാണെങ്കിൽ 10,000 രൂപ കെയറിങ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ആ 10,000 രൂപ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഏത് വർഷമാണോ ആ റവന്യൂ, ഇൻവെന്ററി നിന്നുണ്ടായ റവന്യൂ റെക്കോർഡ് ചെയ്തത് ആ സെയിം വർഷം തന്നെയാണ്. സോ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻവെന്ററി വിൽക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചെലവ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഏത് വർഷമാണോ ആ ഇൻകം റെക്കഗ്നൈസ് ചെയ്തത് അതേ വർഷം തന്നെയാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ദ എമൗണ്ട് ഓഫ് എനി റൈറ്റ് ഡൗൺ ഇൻവെന്ററി ടു ഇറ്റ്സ് നെറ്റ് റിയലൈസബിൾ വാല്യൂ, അതായത് ലോസ് ഓഫ് ഇൻവെന്ററി ആൻഡ് ഓൾ ലോസസ് ഓഫ് ഇൻവെന്ററി ആർ റെക്കഗ്നൈസ്ഡ് ആസ് എൻ എക്സ്പെൻസ് ഇൻ ദ പീരിയഡ് ദാറ്റ് റൈറ്റ് ഡൗൺ ഓർ ലോസ് ഒക്വേഴ്സ്. അതായത് ഇൻവെന്ററീസിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്തുണ്ട്, ഇൻവെന്ററിന്റെ കേസിൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. ഇൻവെന്ററിയുടെ കേസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലോസ് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 4 ലക്ഷം രൂപയുടെ ഇൻവെന്ററി ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 1 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അവിടെ എത്രയാണ്, നമ്മൾ 3 ലക്ഷത്തിന് അത് വിൽക്കുന്നുള്ളൂ, 1 ലക്ഷം രൂപ ലോസ് ഓൺ ഇൻവെന്ററി ആണ്. സോ ഈ ലോസ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് ആയിട്ട് റൈറ്റ് ഡൗൺ ചെയ്ത അതേ വർഷം തന്നെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ ലോസ് ഓൺ ഇൻവെന്ററി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് ആയിട്ട് റൈറ്റ് ഡൗൺ ലോസുള്ള അതേ വർഷം തന്നെ റിയലൈസ് ചെയ്യണം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണം. Third point, if an inventory item which was written down previously remains unsold and its NRV has subsequently increased, then such cases the previous write down should be reversed and inventory should be carried at cost.
അതായത് നമ്മളൊരു ഇൻവെൻട്രീൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ഡൗൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വിറ്റിട്ടില്ല, അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഇൻവെൻട്രി ഉണ്ട്, അതിൻ്റെ വാല്യൂ 5000 രൂപയാണ്, അത് ഞാൻ 4000ത്തിലേക്ക് റിട്ടേൺ ഡൗൺ ചെയ്തിട്ടുണ്ട്, അത് വിറ്റിട്ടില്ല. സോ അത് ഫ്യൂച്ചറിലേ വിൽക്കുന്നുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രൈസ് 6000 ആയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കേസിൽ റിട്ടേൺ ഡൗൺ ചെയ്ത വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് പ്രസൻറ്റ് പ്രൈസുമായിട്ട് കോപ്പപ്പ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സോ തേർഡ് പോയിന്റ് പറയുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഒരു ഇൻവെൻട്രി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെൻട്രീൻ്റെ വാല്യൂ റിട്ടേൺ ഡൗൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ആ ഇൻവെൻട്രി വിറ്റിട്ടില്ല. സോ അതിൻ്റെ വാല്യൂ ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യാണ്, കൂടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 5000 രൂപേൻ്റെ ഒരു ഇൻവെൻട്രീൻ്റെ വാല്യൂ 4000 റിട്ടേൺ ഡൗൺ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇതുവരെ വിറ്റിട്ടില്ല. സോ അതിൻ്റെ വാല്യൂ ഫ്യൂച്ചറിൽ എന്താണ്, 6000 ആയി, അതായത് 1000 രൂപ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഈ റിട്ടേൺ ഡൗൺ ചെയ്ത വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം, ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഫോർത്ത് പോയിന്റ്, സം ഇൻവെൻട്രി മേ അലോക്കേറ്റഡ് ട്രാൻസ്ഫർ ടു അതർ അസറ്റ് അക്കൗണ്ട്. ആൻ എക്സാമ്പിൾ, ഇൻവെൻട്രി യൂസ്ഡ് ആസ് എ components of self-constructed property, plants or equipment. Such inventory are recognized as an expense during the useful of the asset. അതായത് ചില ഇൻവെൻട്രി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇതിലൊരു ഉദാഹരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് സെൽഫ് കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഇൻവെൻറ്ററീസ് ആ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് തന്നെ റെക്കോർഡ് ചെയ്യണം, അല്ലെ ആ അസറ്റിൻ്റെ അണ്ടർ തന്നെ അതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഒന്നുകൂടി നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, carrying amount of inventory is recognized as an expense in the period in which related to revenue is recorded. അതായത് carrying amount എക്സ്പെൻസ് ആയിട്ട് അത് ഏത് വർഷമാണോ carrying amount of inventory നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഏത് വർഷമാണോ അത് റവന്യൂ ചെയ്തതെന്നും കൂടി പരിഗണിക്കണം. ഇതും രണ്ടും കമ്പയർ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇൻവെൻട്രീൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ഡൗൺ ചെയ്തിട്ടുണ്ട്, അതായത് അവിടെ ഒരു ലോസ് ഓഫ് ഇൻവെൻട്രി ഉണ്ടായിട്ടുണ്ട്. സോ ഈ ലോസ് ഓഫ് ഇൻവെൻറ്ററി എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻവെൻട്രീൻ്റെ വാല്യൂ റിട്ടേൺ ഡൗൺ ചെയ്തിട്ടുണ്ട്, ഫ്യൂച്ചറിൽ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഇൻക്രീസ് ചെയ്ത വാല്യൂ ആയിട്ട് ആ റിട്ടേൺ ഡൗൺ ചെയ്ത വാല്യൂ റിവേഴ്സ് ചെയ്യണം എന്നുള്ളതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഫോർത്ത് പോയിന്റ്, ഇപ്പോൾ ചില ഇൻവെൻറ്ററീസ് വേറെ ഒരു അസറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ അണ്ടറിലെ ഇൻവെൻറ്ററീസിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യാവൂ, കാൽക്കുലേറ്റ് ചെയ്യാവൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് സെൽഫ് കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടീൻ്റെ കേസാണ് പറയുന്നത്. സോ 4 പോയിന്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. തിയററ്റിക്കൽ ആസ്പെക്ട്സ് മാത്രമേ ഇവിടെയുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് കുറവാണ്. ചെറിയൊരു ഇല്ലുസ്ട്രേഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് വൺ, ഇല്ലുസ്ട്രേഷൻ 5th. എ ലിമിറ്റഡ് പർച്ചേസ് 100 liters of engine oil at ₹50 per liter. The price falls to 30 rupees at the end of the period. Now oil has been sold. How will you treat the price fall എന്നതാണുള്ള ചോദ്യം. അതായത് എ ലിമിറ്റഡ് എന്ത് ചെയ്തിട്ടുണ്ട്, 100 ലിറ്റർ എൻജിൻ ഓയിൽ 50 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പ്രൈസ് 30 രൂപയായിട്ട് കുറഞ്ഞു. എ ലിമിറ്റഡ് എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ഓയിലൊന്നും വിറ്റിട്ടില്ല. സോ ഈ പ്രൈസ് ഫോൾ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നുള്ളതാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ ആണ്. കോസ്റ്റ് പെർ ലിറ്റർ എന്ന് പറയുന്നത് 50 രൂപയാണ്, പിന്നെ അത് 30 രൂപയിലേക്ക് കുറഞ്ഞു, നമ്മൾ 100 ലിറ്റർ ആണ് വാങ്ങിയത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി നമുക്ക് കാണാം. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി ഈസ് ഈക്വൽ ടു 100 × 50, അതായത് 100 × 50 5000 ആണ്. അതിൻ്റെ NRV, നെറ്റ് റിയലൈസബിൾ വാല്യൂ, നമുക്ക് തിരിച്ച് കിട്ടുന്ന വാല്യൂ 3000 ആണ്. സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഓർഗനൈസേഷന് ലോസ് ഉണ്ടാവും. ലോസ് ഓൺ ഇൻവെൻട്രി 2000, അതായത്
നമ്മൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ച പൈസ സിമ്പിളായിട്ട് പറഞ്ഞാൽ 100 × 50 5000 ആണ്. നമുക്ക് വിറ്റാൽ കിട്ടുന്ന പൈസ 3000. സോ സിമ്പിളായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2000 രൂപ എന്തുണ്ടാവും, ലോസ് ഉണ്ടാവും. സോ ഈ ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ലോസ് ഓൺ ഇൻവെൻ്ററി റെക്കോർഡഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് അതിൻ്റെ ജേണൽ എൻട്രി ആണ്. ലോസ് ഓൺ ഇൻവെൻ്ററി അക്കൗണ്ട് ഡെറ്റർ 2000 ടു ഇൻവെൻ്ററി 2000. സോ ഇതുവരെ എടുത്തത് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ കഴിഞ്ഞ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ 3 ദിവസം മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാവരും പരിശോധിക്കുക, അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.